നമ്മളിപ്പോ നമ്മുടെ SCERT സീരീസ്, പുതിയ SCERT സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ 5 ക്ലാസ്, 7 ക്ലാസ്, 9 ക്ലാസ്, അങ്ങനെ 3 SCERT ആണ് പുതിയത് നമുക്കറിയാം. അപ്പൊ അതിൽ തന്നെ 9 ക്ലാസ്സിന്റെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, 6 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് SCERT ചാപ്റ്റേഴ്സ്, 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റേഴ്സ് MCQ രൂപത്തിലായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അറ്റ്ലീസ്റ്റ് അതെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിനെല്ലാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊരു നല്ല റിവിഷൻ മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്, മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് ഒരു 10-30 ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. ഓൾറെഡി PSC ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പഴയ SCERT ബന്ധപ്പെട്ട, അതായത് ഈ ഒരു മേഖലയിലെ പഴയ SCERTയിൽ നിന്ന് ഓൾറെഡി PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രസ്താവന ഞാൻ വായിക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ വെറുതെ സമയം കളയുന്നില്ല. അതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അതിവിടെ ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ ഭൂരൂപങ്ങൾക്ക് കാരണം വ്യത്യസ്ത കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ ഭൂരൂപങ്ങൾക്ക് കാരണം എന്താണ്, വ്യത്യസ്ത കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ്. അപ്പോൾ മറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താണ് തെറ്റെന്ന് മനസ്സിലാവും. എല്ലാ മരുഭൂമികളും ഒരുപോലെ വരണ്ടതും താഴ്ന്ന താപനിലയും ഉള്ളതാണ് എന്ന് തെറ്റാണ്. അതുപോലെ കാലാവസ്ഥ മാറ്റങ്ങൾ ഭൂപ്രകൃതിയെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന് തെറ്റാണ്. മഞ്ഞുമൂടി പർവ്വതങ്ങളും മണൽ നിറഞ്ഞ മരുഭൂമികളും താപനില ഒരുപോലെയാണ് കാണപ്പെടുന്നത്, അതും തെറ്റാണ്. അപ്പൊ ശരിയായത് ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ ഭൂരൂപങ്ങൾക്ക് കാരണം വ്യത്യസ്ത കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? അപ്പം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുക. ശരിയായതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. കാറ്റിന്റെ ദിശയും വേഗതയും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. നമുക്കറിയാം കാറ്റിന്റെ ദിശയും വേഗതയും എന്താണ്, എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, മരുഭൂമിയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം മരുഭൂമിയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഡി, എല്ലാ പ്രദേശങ്ങളിലും മണ്ണിന്റെ ഘടന ഒരുപോലെയാണെന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ ചോദിച്ചത് ശരിയാണ്. അതേതാണ്? താപനിലയിലെ വ്യത്യാസങ്ങൾ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താപനിലയിലെ വ്യത്യാസങ്ങൾ, അത് നമ്മുടെ ഭൂമിയിലെ താപനിലയിലെ വ്യത്യാസങ്ങൾ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി 3 പ്രസ്താവനകൾ, എയും ബിയും ഡി എന്താണ്, തെറ്റാണെന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താപനിലയുടെ ദൈനംദിന വ്യതിയാനം ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഈർപ്പമുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണോ, അതോ സമുദ്ര തീരത്തോട് അടുത്തുള്ള പ്രദേശങ്ങളിലാണോ, മേഘാവൃതമായ ആകാശമുള്ള പ്രദേശങ്ങളിലാണോ, അതോ വരണ്ട കാലാവസ്ഥ പ്രദേശങ്ങളിലാണോ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് ഭൂമിയുടെ താപനിലയുടെ ദൈനംദിന വ്യതിയാനം ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സിലാക്കി കൊടുത്തു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവരൊന്ന് ചാപ്റ്റർ വായിക്കുന്നവർ നോക്കിയാൽ മതി. താപനിലയുടെ ദൈനംദിന വ്യതിയാനം കാണപ്പെടുന്നത് എവിടെയാണ്? വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് താപനിലയിലെ വ്യതിയാനത്തെ കാര്യമായി സ്വാധീനിക്കാത്ത ഒരു ഘടകം ചോദിക്കുന്നുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് താപനിലയിലെ വ്യതിയാനത്തെ, ചൂടിന്റെ വ്യതിയാനത്തെ കാര്യമായി സ്വാധീനിക്കാത്ത ഒരു ഘടകമാണ് ചോദിക്കുന്നത്. മേഘങ്ങളുടെ സാന്നിധ്യം നമുക്കറിയാം. നല്ല മേഘങ്ങളൊക്കെ മൂടിക്കെട്ടുന്ന അവസ്ഥയിൽ നല്ല ചൂടായിരിക്കും, അല്ലെ? അതുപോലെ കരയിലും കടലിന്റെ വിന്യാസം നമുക്കറിയാം. ആ ഒരു നമ്മുടെ കടൽക്കാറ്റ്, കരക്കാറ്റൊക്കെ പഠിക്കുന്നതാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പവും എന്താണ്, താപനിലയിലെ വ്യത്യാസം, താപനിലയിലെ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ചെരിവാണ് ഇവിടെ എന്ത് വരുന്നത്, ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഭൂമിയുടെ ചെരിവാണ് താപനിലയിലെ വ്യതിയാനത്തെ കാര്യമായി സ്വാധീനിക്കാത്ത ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഉച്ച സമയത്തെ ഉയർന്ന താപനിലയും രാത്രിയിലെ താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് താപനിലയുടെ ദൈനംദിന വ്യതിയാനം. ഈ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കാലാവസ്ഥ പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്? ഓക്കെ, ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഉച്ച സമയത്തെ ഉയർന്ന താപനിലയായിരിക്കും, രാത്രിയിൽ താഴ്ന്ന താപനിലയായിരിക്കും. ഈ വ്യത്യാസം ഏത് താപനിലയുടെ ദൈനംദിന വ്യതിയാനത്തെ കുറിച്ചാണ്? ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് താപനിലയുടെ ദൈനംദിന വ്യതിയാനം. ഈ പ്രസ്താവന താഴെ കൊടുത്തതിൽ ഏത് കാലാവസ്ഥാ പ്രതിഭാസത്തെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് താപനിലയുടെ ദൈനംദിന വ്യതിയാനത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, താപനിലയുടെ ദൈനംദിന വ്യതിയാനത്തെ കുറിച്ച് പറഞ്ഞാണ് ഇത്. ഉച്ച സമയത്തെ ഉയർന്ന താപനിലയും രാത്രിയിൽ താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് താപനിലയുടെ ദൈനംദിന വ്യതിയാനം എന്ന് പറയുന്നത്. താപനിലയുടെ ദൈനംദിന വ്യതിയാനത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അടുത്തത്, ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ശിലകൾ ഉയർത്തി ദ്രാവകാവസ്ഥയിലാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? നമുക്കറിയാം, PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? മാഗ്മയാണ്, അല്ലെ? ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ശിലകൾ ഉരുകി ദ്രാവകാവസ്ഥയിലാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ അതിനെ സാധാരണയായി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലാവയാണ്, അല്ലെ? മാഗ്മ ഉരുകിയിട്ട് നമ്മുടെ പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാവ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. അപ്പൊ ഏതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്?
ഭൂമിയുടെ അന്തർഭാഗത്തുള്ള മാഗ്മയുടെ ചലനമാണ്. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. നല്ല ക്വസ്റ്റൻ ആണ്. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള മാഗ്മയുടെ ചലനം മൂലമാണ് എന്ത് പറയുന്നത്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള മാഗ്മയുടെ ചലനമാണ്. ഓക്കെ, അടുത്തത് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന പ്രധാന ഭൗമരൂപം ഏതാണ്? അത് അഗ്നിപർവ്വത പർവ്വതങ്ങളാണ്. ഓക്കെ, അഗ്നിപർവ്വതങ്ങളാണ് ഇത്. പർവ്വതങ്ങളാണ്. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന പ്രധാന ഭൗമരൂപം എന്ന് വെച്ചാൽ അത് പർവ്വതങ്ങളാണ്. ഓക്കെ, താഴ്വരകളോ പർവ്വതങ്ങളോ പീഠഭൂമികളോ അല്ല, പർവ്വതങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് ശിലകളിൽ ഏതാണ് ആഗ്നേയ ശില എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്? ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രാനൈറ്റ് ശിലയാണ് ഇത് ആഗ്നേയ ശിലയിൽ വരുന്നത്. ഓക്കെ, ആഗ്നേയ ശിലയിൽ വരുന്നതാണ് ഇത് ഗ്രാനൈറ്റ്. ഓക്കെ, ശിലകളിൽ ഏതാണ് ആഗ്നേയ ശില എന്ന വിഭാഗത്തിൽ പെടുന്നത്? ഇത് ഗ്രാനൈറ്റ് ആണ്. അപക്ഷയം എന്ന പ്രക്രിയയുടെ പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? എന്താണ് അപക്ഷയം? അപക്ഷയം എന്ന് പറഞ്ഞാൽ അപക്ഷയം എന്ന് വെച്ചാൽ ശിലകൾ പൊട്ടിപ്പിളരുകയും ദ്രവിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്താ പറയാ? അപക്ഷയം എന്ന് പറയാം. ഓക്കെ, ശിലകൾ പൊട്ടിപ്പിളരുകയും ദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്താ പറയാ? അപക്ഷയം എന്ന് പറയാം. ശിലകൾ പൊട്ടി പൊട്ടിപ്പിളരുകയും ദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അപക്ഷയം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണൽക്കൂനകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് പ്രദേശത്തിലാണ്? നമുക്കറിയാം തീരപ്രദേശത്തിലാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. മണൽക്കൂനകൾ തീർച്ചയായിട്ടും പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ഏത് ഭൂപ്രദേശത്തിലാണ് വെച്ചാൽ എവിടെയാണ്? തീരപ്രദേശങ്ങളിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക. മണൽക്കൂനകൾ പ്രധാനമായും കാണപ്പെടുന്ന ഏത് പ്രദേശത്തിലാണ് വെച്ചാൽ അത് തീരപ്രദേശങ്ങളിലാണ്. ഓക്കെ, തീരപ്രദേശങ്ങളിലാണ് മണൽക്കൂനകൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഓക്കെ, മണൽക്കൂനകൾ പ്രധാനമായും കാണപ്പെടുന്ന ഏത് ഭൂപ്രദേശത്തിലാണ്? തീരപ്രദേശങ്ങളിലാണ്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് വന്നിരിക്കുന്നത്. ഏതാണ് തെറ്റായത്? വായിക്കാം. മരുഭൂമികളിൽ മാത്രമേ മണൽക്കൂണുകൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ശരിയായതും നമുക്ക് വായിച്ചു പോവാം. കാറ്റിന്റെ വേഗത മണൽക്കൂണുകളുടെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മണൽത്തരികളുടെ വലിപ്പം അവയുടെ കാറ്റിലൂടെയുള്ള സഞ്ചാരത്തെ നിർണ്ണയിക്കുന്നു എന്നതും ശരിയാണ്. ചെറിയ മണൽത്തരികൾ കാറ്റിൽ ഉയർന്ന് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതും അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ സി മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്. ബാക്കി മൂന്നും എന്താണ്? എയും ബിയും ഡിയും ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും മണൽക്കുന്നുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ഓക്കെ, തെറ്റ് നിങ്ങൾ വായിക്കേണ്ട, ശരിയായിട്ട് വായിച്ചാൽ മതി. എന്താണ് മണൽക്കുന്നുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന? കാറ്റിന്റെ ദിശ ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞു, കാറ്റിന്റെ ദിശ ഈ മണൽക്കുന്നുകളുടെ രൂപീകരണം ബന്ധപ്പെട്ട് ശരിയായിട്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാറ്റിന്റെ ദിശ ഒരു പ്രധാന ഘടകമാണ്. അടുത്തത് തടസ്സങ്ങൾ. അത് ഉദാഹരണത്തിന് പാറകൾ, സസ്യങ്ങൾ മണൽ അടിഞ്ഞുകൂടാൻ സഹായിക്കും. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതാണ് തെറ്റ് എന്ന് പറയുന്നത്? മണൽത്തരികളുടെ ലഭ്യത രൂപീകരണത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. നമുക്ക് വായിക്കുന്നതിന് അറിയാലോ. മണൽത്തരിയുടെ ലഭ്യത എന്തായാലും രൂപീകരണത്തെ ബാധിക്കും. കാറ്റിന്റെ ദിശ ഒരു പ്രധാന ഘടകമാണ് എന്നത് ശരിയാണ്. തടസ്സങ്ങൾ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ പാറകൾ, സസ്യങ്ങളായിക്കോട്ടെ എന്നിവ മണൽ അടിഞ്ഞുകൂടാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് കാറ്റുകൊണ്ട് രൂപം കൊള്ളുന്ന മണൽക്കുന്നുകൾക്ക് പറയുന്ന പേരെന്താണ്? അത് മണൽക്കുന്നുകൾ തന്നെയാണ്. ഓക്കെ, കാറ്റുകൊണ്ട് രൂപം കൊള്ളുന്ന മണൽക്കുന്നുകൾക്ക് പറയുന്ന പേരാണ് മണൽക്കുന്നുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നുകൾ എങ്ങനെ അറിയപ്പെടുന്നു? അത് ബർക്കാനാണ്. ഓക്കെ, ബർക്കാൻ എന്നാണ് അറിയപ്പെടുക ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നുകൾ. ഓക്കെ, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നുകൾ അറിയപ്പെടുന്ന ഏതാണ്? ബർക്കാൻ എന്നാണ് പറയുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്, എന്താണ്? ബർക്കാൻ ആണ് പറയുക. ഓക്കെ, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നുകൾ അറിയപ്പെടുന്ന പേരാണത് ബർക്കാൻ. ഓക്കെ, അടുത്തത് കാറ്റിന്റെ ദിശയ്ക്ക് കുറുകെ രൂപം കൊള്ളുന്ന മണൽക്കുന്നുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ ട്രാൻസ്വേഴ്സ് ഡൂൺ എന്നാണ് പറയുക. കാറ്റിന്റെ ദിശയ്ക്ക് കുറുകെ രൂപപ്പെടുന്ന അതായത് കാറ്റിന്റെ ദിശയ്ക്ക് അനുസൃതമായി രൂപം കൊള്ളുന്ന മണൽക്കുന്നുകൾ പറയുന്ന പേരെന്താണ്? അത് ട്രാൻസ്വേഴ്സ് ഡൂൺ എന്നാണ്. ഓക്കെ, കാറ്റിന്റെ ദിശയ്ക്ക് കുറുകെ രൂപം കൊള്ളുന്ന മണൽക്കുന്നുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ട്രാൻസ്വേഴ്സ് ഡൂൺ ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ഡൂൺ. അടുത്തത് മരുഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങളിൽ ഒന്ന് ഏതാണെന്ന് വെച്ചാൽ കള്ളിമുൾ ചെടിയാണ്. കേസ് മരുഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങൾ ഒന്ന് തെങ്ങും റബ്ബറും നെല്ലൊന്നും അല്ല, നമുക്കറിയാം. ഇത് ഓപ്ഷൻ സി ആണ് വരിക. കള്ളിമുൾ ചെടിയാണ് മരുഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങളിൽ ഒന്ന്. ഓക്കെ, അതായത് കള്ളിമുൾ ചെടിയുടെ ഇലകൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? നേരിയതും സൂചി പോലെയുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നിങ്ങൾക്ക് കഴിഞ്ഞ പണ്ടത്തെ ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കാം. കള്ളിമുൾ ചെടിയുടെ ഇലകൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത് വെച്ചാൽ നേരിയതും സൂചി പോലെയുള്ളതും എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. മരുഭൂമിയിലെ സസ്യങ്ങൾ ജലം സംഭരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തണ്ടുകളിലാണ്. ഓക്കെ, മരുഭൂമിയിലെ സസ്യങ്ങൾ ജലം സംഭരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ഓപ്ഷൻ സി വരിക, തണ്ടുകളിലാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ജലം സംഭരിക്കുന്നത്. ഓക്കെ, മരുഭൂമിയിലെ സസ്യങ്ങൾ ജലം സംഭരിക്കുന്നത് എവിടെയാണ്? തണ്ടുകളിലാണ്. എന്നാലും ഓർമ്മിക്കുക, തണ്ടുകൾ.
അടുത്തത് മൃഗങ്ങളിൽ ഏതാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ജലം ആവശ്യമുള്ളതും വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് LKG പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എവിടെയാണ് ആർക്കാണ് കുറഞ്ഞ അളവിൽ മാത്രം ജലം ആവശ്യമുള്ളവരും അതുപോലെ തന്നെ എന്താണ് വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിവുള്ളവരും ഏത് മൃഗമാണ്? അതേതാണ്? ഒട്ടകമാണ്. നമുക്കറിയാം ഓപ്ഷൻ സി ഒട്ടകമാണത്. ഓക്കെ. അടുത്തത് വരണ്ട പ്രദേശങ്ങളിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജലസേചന രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നന എന്ന് പറയുന്നത് വരണ്ട പ്രദേശത്തെ കൃഷിയാകുമ്പോൾ വരണ്ട പ്രദേശത്തുള്ള കൃഷിയാകുമ്പോൾ എന്താണ് നമുക്ക് എപ്പോഴും മീൻസ് സ്ഥിരമായിട്ട് വെള്ളത്തിന്റെ ലഭ്യത എന്താണ് വളരെ കുറവായിരിക്കും. വരണ്ട പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവായിരിക്കും. അപ്പൊ നമ്മളിത് കുറച്ച് കുറച്ചായിട്ടാണ് നനക്കുക. അപ്പൊ അതിനാണ് എന്താ പറയുക ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുക. വരണ്ട പ്രദേശങ്ങളിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജലസേചന രീതി എന്ന് പറയുന്നതാണ് അത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഞാൻ വായിക്കാം. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഇത് മഴക്കാലത്താണ് വിളവെടുക്കുന്നത്. ഓക്കെ. അപ്പോ ബാക്കി അത് ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഇത് മഴക്കാലത്താണ് വിളവെടുക്കുക. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഒരു വർക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ പരുത്തി ഏത് ടൈപ്പ് വിളയാണെന്ന് പറയണം. അതുപോലെ തന്നെ നെല്ല് ഏതാണെന്ന് പറയണം. ചോളം ഏതാണെന്ന് പറയണം. ഓക്കെ. റാബി സെയ്ത് നമ്മൾ ഓൾറെഡി ഖാരിഫ് റാബി സെയ്ത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പരുത്തി ഏതാണ്, നെല്ല് ഏതാണ്, ചോളം ഏതാണ് എന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾ ഇത് കാണുന്നുണ്ട്, ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കമന്റ് ചെയ്യുക. അത്രയും സമയം ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ ഇത് ഒരിക്കലും മറക്കുകയും ചെയ്യില്ല. അപ്പം പരുത്തി ഏത് വിളയാണ്, നെല്ല് ഏത് വിളയാണ്, ചോളം ഏത് വിളയാണെന്ന് പറയാ. ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് മഴക്കാലത്താണ് വിളവെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അത് താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന രീതികൾ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന രീതി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ. തുള്ളി നന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഏറ്റവും കൂടുതൽ വെള്ളം ലാഭിക്കുന്ന രീതി. അത് വരണ്ട കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് ഉപയോഗിക്കുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അടുത്ത ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനാണ്? കൃഷിയാണ് അല്ലെ. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്നത് കൃഷിയാണ്. ഓക്കെ. കൃഷിയാണ് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ശരിയായത് ഏതാണ്? സൗരോർജ്ജം ഒരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സാണ്. നമുക്കറിയാലോ ഒരു റീന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് ഇത് നമ്മുടെ സോളാർ എന്ന് പറയുന്നത്. സോളാർ എന്ന് പറയുന്നത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഒന്ന്. രണ്ട്, കൽക്കരി പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സാണെന്ന് പറയുന്നത് ശരിയാണോ? അതൊരിക്കലും അല്ല അല്ലെ. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ് അല്ല ഇത് കൽക്കരി എന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കും അല്ലെ. അപ്പൊ 1, 3 ശരിയാണ്. 1, 3 ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരിക. സൗരോർജ്ജം ഒരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോ 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കാനാണ്. മരുഭൂമിയിൽ ജലലഭ്യത കുറവായിരിക്കും. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ. മരുഭൂമിയിൽ ജലലഭ്യത കുറവായിരിക്കുമല്ലോ. നഗരങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒരു സാധാരണ പ്രശ്നമാണ്. നഗരങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒരു സാധാരണ പ്രശ്നം തന്നെയാണ്. സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് അല്ലെ. വന നശീകരണം മണ്ണിന്റെ ഫലപുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. വന നശീകരണം മണ്ണിന്റെ ഫലപുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നില്ല, മറിച്ച് എന്താണ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരുഭൂമിയിൽ ജലലഭ്യത കുറവായിരിക്കും. ശരിയാണ്. നഗരങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒരു സാധാരണ പ്രശ്നമാണ്. ഓപ്ഷൻ എ ആണ് വരിക. 1ഉം 2ഉം ശരി എന്നാണ് ഇവിടെ ശരി. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. താജ്മഹൽ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതെന്തായാലും ഓപ്ഷനിൽ വരണ്ട. ഒന്നില്ലാത്ത ഓപ്ഷൻ എല്ലാം കട്ട് ചെയ്യാം. ഒന്നുള്ള ഓപ്ഷൻ എല്ലാം കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാം. ഇവയൊന്നും അല്ല എന്ന് പറയുന്നത് കട്ട് ചെയ്യാം. ചെങ്കോട്ട പണി കഴിപ്പിച്ച ഷാജഹാൻ ആണ് എന്ന് പറയുന്നുണ്ട്. ചെങ്കോട്ട പണി കഴിപ്പിച്ച ആരാണ്? ഷാജഹാൻ ആണോ? ചെങ്കോട്ട പണി കഴിപ്പിച്ച ഷാജഹാൻ ആണ്. നമുക്കറിയാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരി. നമ്മുടെ ചെങ്കോട്ട പണി കഴിപ്പിച്ച ഷാജഹാൻ ആണോ? അല്ല. നമുക്ക് അറിയില്ല. താജ്മഹൽ പണി കഴിപ്പിച്ച ആരാണ്? ഷാജഹാൻ ആണ് നമുക്ക്. പക്ഷെ ചെങ്കോട്ട പണി കഴിപ്പിച്ച ആരല്ല? ഷാജഹാൻ അല്ല. കുത്തബ് മിനാർ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം അല്ലെ. കുത്തബ് മിനാർ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അത് തെറ്റാണ് നമ്മൾ ചോദിക്കുന്നത്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാനാണ് എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റൻ കൂടി ഞാൻ ചോദിക്കാം. ചെങ്കോട്ട പണി കഴിപ്പിച്ച ആര് എന്ന ക്വസ്റ്റൻ നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആര് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. അത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിഗണിച്ച് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന ഒന്നെന്താണ്? കൃഷി ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് അല്ലെ. കൃഷി ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണോ? തീർച്ചയായിട്ടും അതല്ലേ. നമുക്കറിയാം പ്രാഥമിക ഉണ്ട്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് സെക്ടറിൽ വരുന്ന നമ്മുടെ ബേസിക് സെക്ടറിൽ വരുന്ന ഒരു സംഭവമാണ് ഇത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനം തന്നെയാണ് കൃഷി. രണ്ടാമത് ധാതുക്കൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നു പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെ. ഒരിക്കലും ധാതുക്കൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നില്ല. ഭൂമിക്കടിയിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കുഴിച്ചെടുക്കേണ്ടി വരുന്നത്. സോ ഒന്നാമത്തെ പ്രസ്താവന 1 മാത്രം ശരിയാണ് എന്നാണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ.
അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി ഏവയാണെന്നാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള ഏതാണ്? കന്നുകാലി വളർത്തൽ ക്ഷീരോത്പാദനം, അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. കന്നുകാലി വളർത്തൽ ക്ഷീരോത്പാദനം ശരിയാണ്. വനസംരക്ഷണം മരം വെട്ടൽ അതൊരിക്കലും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല അല്ലെ, തെറ്റാണ്. ടൂറിസം വരുമാനം നേടൽ അതും ശരിയാണ്. സോ 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തതിന് ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ കന്നുകാലി വളർത്തൽ ക്ഷീരോത്പാദനം ശരിയാണ്. ടൂറിസം വരുമാനം നേടൽ ശരിയാണ്. സോ 1ഉം 3ഉം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏകദേശം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പം ഈ സീരീസ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, പലരും ഡൗട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ 9ാം ക്ലാസ്സിലെ പുതിയ SCERT, അതായത് ന്യൂ SCERT വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 5, 7, 9 ആണല്ലേ. 5, 7, 9 ആണ് പുതിയ SCERT വന്നത്. അതിൽ 9ാം ക്ലാസ്സിലെ ഇപ്പൊ നമ്മൾ 6 ചാപ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത്. 7ാമത്തെ ചാപ്റ്റർ ആണ് നോക്കിയിരിക്കുന്നത്. 6 ക്ലാസ്സിന്റെയും MCQ സീരീസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരും എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യാം. അപ്പോൾ ഈ 9 ഇപ്പോ 7ഉം 8ഉം പിന്നെ ഒരു 1-2 ചാപ്റ്ററോട് കൂടി 9ാം ക്ലാസ് കഴിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 7ാം ക്ലാസ്സിൽ തീർക്കും. പിന്നെ നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് തീർക്കും. ഓക്കെ, മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെക്രട്ടറിയേറ്റ് OA എക്സാമിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനുള്ള പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് കമന്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ PDF ആയിട്ട് നമ്മളെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ PDF നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എല്ലാ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്